എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ഇഡ്ഡലി ആയിരുന്നു, ഇന്നലെ ദോശയായിരുന്നു. അപ്പോൾ 2 ദിവസത്തേക്ക് അരച്ച് വെച്ചതിനെ കൊണ്ട് ഒരു ദിവസം ദോശയും ഒരു ദിവസം ഇഡ്ഡലി ആക്കാൻ വിചാരിച്ചു. ഫ്രിഡ്ജിൽ വെച്ചതിനെ കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്, അപ്പോൾ അതൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ പുതിയ ആളായതിനെ കൊണ്ട് ഇപ്പം അവർ നേരത്തെ വന്നിട്ട് എടുത്തിട്ട് പോകും. ചില സമയം നമ്മുടെ വിളിക്കത്തില്ല, അപ്പോൾ അത് വേഗം തന്നെ എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ചപ്പോൾ തന്നെ ഞാനിത് ഒഴിച്ചിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഇഡ്ഡലിക്ക് ഇന്ന് തക്കാളീൻ്റെ ചട്നി ആക്കാൻ വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ദോശയ്ക്ക് തേങ്ങേൻ്റെതാക്കിയതിനെ കൊണ്ട് ഡെയിലി തേങ്ങേൻ്റെ ആക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇതിന് തക്കാളി ചട്നി ആക്കാൻ വിചാരിച്ചു. തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് വറവ് ചെയ്തെടുക്കും. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളെ ക്വാർട്ടേഴ്സിൻ്റെ മുകളിലത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ ആണ് നമ്മൾ ഒരാഴ്ചത്തോളമായി ടി വിയിൽ ഒട്ടും തന്നെ ചാനലൊന്നും കിട്ടുന്നില്ല. അപ്പം താഴത്തുള്ള ആൾ മുകളിൽ വന്നിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ചിലപ്പം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടാറുണ്ട്. അങ്ങനെ ഇളക്കി പോയിട്ട് എന്തെങ്കിലും പറ്റിയാണോ എന്നറിയില്ല. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇതിൻ്റെ ആളെ വിളിച്ചിട്ട് വേണം ഇതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം രാവിലെ തന്നെ നല്ല വെയിലാണ് കേട്ടോ. അപ്പം ചൂട് സമയമായതിനെ കൊണ്ട് തന്നെ നേരത്തെ ആടെ വെയിലും കാര്യങ്ങളൊക്കെ ചൂടും ഒക്കെ തന്നെ. അങ്ങനെ ഏട്ടൻ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഏട്ടനാണെങ്കിൽ ചായ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചട്നി അരച്ചിട്ടുണ്ട് ഇഡ്ഡലിയും. പിന്നെ ചായ രാവിലെ അങ്ങനെ കുടിക്കാറില്ല. അപ്പം മാങ്ങേൻ്റെ സീസൺ ഏട്ടൻ ചായയൊക്കെ കുടിച്ച് ഡ്യൂട്ടിക്ക് പോയി. ഇനിയിപ്പോൾ ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കണം എന്ന് ഞാൻ വിചാരിച്ചു. പരിപ്പം നമ്മുടെ മുരിങ്ങക്കായും തക്കാളിയും കൂടി ഇട്ടിട്ടില്ല ഒരു കറി ഉണ്ടാക്കാൻ. പിന്നെ കോവയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കോവയ്ക്കേൻ്റെ ഉപ്പേരി ആക്കാൻ വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ മതി. ഈ ഒരു പരിപ്പായതിനെ കൊണ്ട് വലിയ വേവൊന്നും ഇല്ലാത്ത കാരണം അധികം സമയമൊന്നും വെക്കേണ്ടി വരില്ല. അധികം സമയം വെച്ചാൽ മുരിങ്ങക്കായ് പിന്നെ കാണാനുണ്ടാവില്ല. അപ്പം പക്ഷേങ്കിൽ ഇതൊരു 3 വിസിൽ അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മുരിങ്ങക്കായ് എല്ലാം കൂടെ ചമ്മന്തി പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അരീൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്, അത് ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. ഇനിയിപ്പം അരി ഇടണം. ഈ ഒരു പ്രാവശ്യം വാങ്ങിയ അരി മാറിപ്പോയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ വാങ്ങിക്കിയ ഒരു കുറുവരി മോഡൽ അരിയായിരുന്നേ. ഈ പ്രാവശ്യം ഒരു പൊന്നി അരിൻ്റെ മോഡൽ അരിയാണ്. പെട്ടെന്ന് തന്നെ വെന്ത് പോവും. മാത്രമല്ല എല്ലാ കറിയും ഒഴിച്ച് തിന്നാൻ വേണ്ടിയിട്ട് പറ്റുമില്ല, ചില കറിയൊന്നും പിടിക്കത്തില്ല. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ജീരകമൊക്കെ കൂട്ടി അരച്ചിട്ടില്ല, തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഉപ്പേരി വെക്കാനുള്ള പരിപാടി നോക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക എടുക്കുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇവിടുന്ന് കോവയ്ക്ക വാങ്ങിക്കാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട്. ഇവിടെ റോഡ് സൈഡിൽ ഒരാൾ എപ്പോഴും വന്നിരിക്കും. അവരെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറിയുണ്ട്. അപ്പം ഈ ഒരു ഉപ്പേരിക്ക് വെക്കാനുള്ള സാധനമൊക്കെ ഞങ്ങൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കും. നമ്മുടെ പാലക്ക്, അതേപോലെ തന്നെ മേത്തി, പിന്നെ ചുവപ്പ് കളർ ചീര, ഈ ഒരു കോവയ്ക്ക, പിന്നെ കക്കിരിക്ക, അതേപോലെ തന്നെ വേറൊരു സാധനം കൂടെ വാങ്ങിക്കാറുണ്ടായിരുന്നു. എന്താണപ്പം എന്തോന്നും കൂടെ വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പം അതാകുമ്പോൾ നല്ലതാണ്, നല്ല പച്ചക്കറിയാണ്. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ കക്കിരിക്കൊക്കെ. അങ്ങനെ കോവയ്ക്കേൻ്റെ ഉപ്പേരി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്, കറിയും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആക്കിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് രണ്ടും കൂടി എങ്ങനെ കൊടുക്കുക, വേറെ എന്തെങ്കിലും ഒരു സാധനം കൂടെ ആക്കാൻ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇവിടെ ഒത്തിരി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും ഉള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മുറിച്ചിട്ടിട്ട് നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും, കുറേ അധികം മല്ലിപ്പൊടി, അതിൻ്റെ കുറച്ച് മുളക് പൊടി, അതിൻ്റെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ചട്ടിയിലിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് വറുത്തെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് കുഴച്ച് എന്നിട്ടൊരു 2 വിസിലടിച്ച് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറവ് ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതിൻ്റെ അകത്തൊരു ചെറിയൊരു കുഞ്ഞുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രൈ ചെയ്തതിലേക്കാണ് ഈ ഒരു വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് കഴിക്കാത്തവർ വരെ കഴിച്ചു പോകും. അങ്ങനെ ഏട്ടനെല്ലാം ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറണ്ട് ഇല്ലാത്ത കാരണം ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ താഴത്ത് വരെ ഇറങ്ങി വന്നിട്ട് വേണം ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചോറ് കൊടുക്കാൻ അവിടെ എത്തി. ചോറ് കൊടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പം നച്ചുവിന് വിശക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അവൾക്ക് മുത്താറി ആക്കി കൊടുത്തു കേട്ടോ. ഞാൻ അവൾക്ക് ഡെയിലി മുത്താറി കൊടുക്കാറുണ്ട്. ഇത് ഞാനില്ലേ കൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരാൾ നാട്ടിൽ പോയിട്ട് കൊണ്ടുതന്നതാണ്. കണ്ട കൽക്കണ്ടം പോലെയൊക്കെ ഉണ്ട്, പക്ഷേ കൽക്കണ്ടല്ല, അത്
ഒട്ടും തന്നെ അലിയുന്നില്ല. അത് നമ്മുടെ മത്തങ്ങയില്ലേ, മത്തങ്ങേൻ്റെ ജെല്ലോ വിത്തോ എടുത്തിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കുളിച്ച് ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞെല്ലാം കൂടെ വൈകുന്നേരം ആട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത്. വൈകുന്നേരം ആയപ്പം പിന്നെ രാത്രിത്തേക്കുള്ള പരിപാടിയായി. ഇന്നലെയും പുഴുക്കായിരുന്നു, ഇന്നും പുഴുക്കാക്കാൻ വിചാരിച്ചു. ഇന്ന് കടലയില്ല, ചെറുപയറും കായും വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് പുഴുക്കാക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയിൽ പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കും. പിന്നെ ഏട്ടൻ വന്ന പാടിനെ ചായക്ക് പക്കവടയൊക്കെ വിചാരിച്ചു. എനിക്ക് ഈ ഒരു പക്കവടയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷേങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കാൻ വിചാരിച്ചു. ഞാൻ ഇന്ന് ഏതോ ഒരു റീല് കണ്ടപ്പം അതിൽ കണ്ടതാണ് കേട്ടോ. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരം ഇതൊന്നും ഉണ്ടാക്കി നോക്കാമല്ലോ അത്. അങ്ങനെ കുറച്ച് ഉള്ളി മുറിച്ചിട്ട് കുറേ സമയം വെച്ചു കേട്ടോ. വെച്ചപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്ന ടൈമിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തട്ടോ. വെള്ളം ഇത്തിരി മാത്രം, ഒരു 2 സ്പൂണ് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടലപ്പൊടി എനിക്ക് ഇഷ്ടമല്ല ഇതിലിടുന്നത്, അതുകൊണ്ട് ഞാൻ കടലപ്പൊടി ചേർത്തിട്ടില്ല. എന്നിട്ട് ഇത് ഓരോന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടാവാണ്ടാണ് ഞാൻ ആദ്യം ഇട്ടത്. അപ്പോഴല്ലേ ഇത് അടി പിടിച്ച് പോയിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റത്തെ തന്നെ പാളിപ്പോയതിനെ കൊണ്ട് പിന്നെ അങ്ങോട്ട് മൊത്തത്തിൽ പാളിപ്പോയിട്ടുണ്ട് കേട്ടോ. പക്കവട ആക്കാമെന്ന് വിചാരിച്ച അവസാനം ഞാൻ ഉള്ളിവട ആക്കിയിട്ടുണ്ടായിരുന്നു. ഉള്ളിവട പോലെയാണ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതും അവിടെ ആക്കി. പിന്നെ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നേ, കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ വാങ്ങിയതാണ്. ചെറുതായിട്ടിങ്ങനെ ചീത്തയായി പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാങ്ങേൻ്റെ ജ്യൂസും കൂടെ അടിച്ച് അങ്ങനെ അടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ വന്നത്. കാറ്റ് വരാൻ അവള് സമ്മതിക്കണ്ടേ, അടച്ചിടുക. ലൈറ്റ് ഇടണ്ട. അങ്ങനെ ഏട്ടൻ വന്ന് കുറച്ച് സമയം അവളുടെ കൂടെ കളിച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇന്ന് നെച്ചുവിന് ഫോട്ടോ എടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ആ ഫോട്ടോ വാങ്ങിക്കാൻ ഞങ്ങൾ അന്ന് പോയപ്പം കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് പോവുകയാണ്. അവിടെ പക്ഷേങ്കിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് 18-ാം തീയതിയാണ് കട തുറക്കത്തുള്ളൂ എന്ന്. അത് ഞങ്ങൾ വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് പോയപ്പോഴാണ് അവർ ഒട്ടിച്ച് വെച്ചതൊക്കെ കണ്ടത് കേട്ടോ. ഇനിയിപ്പം മറ്റന്നാളാണ് ആ കട തുറക്കത്തുള്ളൂ. അവിടുത്തെ വരെ പോയി തിരിച്ച് വരുന്ന വഴി കുറച്ച് വെളുത്തുള്ളി വാങ്ങിച്ച്. ഇവിടെ ഇപ്പം വെളുത്തുള്ളിക്ക് 1 കിലോന് 100 രൂപയാണ്. അപ്പം ഞങ്ങൾ 1/2 കിലോ വെളുത്തുള്ളി വാങ്ങിച്ചു. പിന്നെ നച്ചുവിന് പേരയ്ക്ക വേണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നേ. അപ്പം കുറച്ച് പേരയ്ക്കയും വാങ്ങിച്ചു. പിന്നെ ഇവിടെ ഗണേശോത്സവമൊക്കെ ഇനിയിപ്പം സെപ്റ്റംബറൊക്കെ ആയാലും ഗണേശോത്സവമായില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗണപതിനെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തുള്ള ഒരു തർപ്പയാണ്ടൊക്കെ മറിച്ചിട്ടുള്ളൊരു വലിയൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ഒരു ഗണപതിനൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.